Very good evening, one and all. Welcome to Magic English. Good നമ്മള് evening. ഗുഡ് ഈവനിങ് ഓക്കെ. നമ്മൾ കഴിഞ്ഞ സെഷൻസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പ്രോനൗൺസ്, പേരുകൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ എന്ന് പറയും. അത് ഉപയോഗിച്ചിട്ടുള്ള വാചകങ്ങളും അതുപോലെ അതിന്റെ ചോദ്യങ്ങളായിരുന്നു. ഐ, യു, ദേ, വി, ഹി, ഷീ വരെ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ബാക്കിയുള്ളതെന്നറിയോ? ഇറ്റുണ്ട്, അതുപോലെ ഒരാളുടെ പേരും. അപ്പൊ നമുക്ക് ഇന്നും അടുത്ത ഒരാഴ്ചയും കൂടെ, അടുത്ത സൺഡേയും കൂടി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകും. അതോടുകൂടെ ഈ ഒരു ഏരിയ അങ്ങോട്ട് കവറായി. എല്ലാ സൺഡേസിലും കണക്ട് ആയവർക്ക് ആ ഒരു ഏരിയ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കണം. അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് മൂവ് ചെയ്യാം ഡയറക്ട്ലി. നമ്മൾ സാധാരണ ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദിസ് എന്ന് പറയൂ അല്ലെ? പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ദിസ്. അത് എന്ന് പറയാൻ ദാറ്റ് എന്നും പറയാറുണ്ട്. എന്നാൽ ഇത് എന്ന് പറയാനും അത് എന്ന് പറയാനും കൂടെ നമ്മൾ ഒരൊറ്റ വേർഡ് ഉപയോഗിക്കാറുണ്ട്. അതേതാണെന്ന് അറിയാമോ? ഇത് എന്ന് പറയാനും അത് രണ്ടിനു വേണ്ടിയിട്ടും നമ്മൾ ഒരൊറ്റ പ്രോനൗൺ ഉപയോഗിക്കാറുണ്ട്. ദിസ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് മാത്രമാണ്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്ന് മാത്രമാണ്. എന്നാൽ വേറൊരു പ്രോനൗൺ ഉണ്ട്, അതായത് ഒരു വാക്ക്, കുഞ്ഞു വാക്കാണ്. അതിന്റെ അർത്ഥം വരുന്നത് ഇത് എന്നും പറയാം, അത് എന്നും പറയാം. വാട്ട് ഇസ് ദ വേർഡ്? ക്യാൻ യു ഗെസ്? ക്യാൻ എനിബഡി സേ? അറിയാം. അത് അല്ലെങ്കിൽ ഇത്. ഈ സിറ്റൊന്നും വേണ്ട, എന്ത് മതിയാകും? ഇറ്റ്. ഇറ്റ്. യെസ്, എക്സാക്ട്ലി. വെരി ഗുഡ്. പറഞ്ഞ ആളാരായിരുന്നു? ആൻസർ. വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോളൂ. കറക്റ്റ് ആണ്. അപ്പോ ദിസ് എന്ന് പറഞ്ഞാൽ ഇതെന്നാണ്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. ഇത് എന്ന് പറയാനും അത് എന്ന് പറയാനും നമ്മൾക്ക് ഒരൊറ്റ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ, ഒരൊറ്റ പ്രോനൗൺ ഉപയോഗിക്കണമെങ്കിൽ അത് ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇറ്റ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള കുറച്ച് സെന്റൻസസും ക്വസ്റ്റ്യൻസും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കഴിഞ്ഞ സെഷനിൽ കണക്ട് ആയവർക്ക് ഞാനത് ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ തന്നെ പറയാനായിട്ട് സാധിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സെറ്റല്ലേ? നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം. ക്ലാസ്സിൽ കണക്ട് ആവാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പറഞ്ഞുതരാം. എന്നാലും നിങ്ങളൊന്ന് ഗസ് ചെയ്തോളൂ ആദ്യം, കേട്ടോ. ഇതാണ് അല്ലെങ്കിൽ ഇതാകുന്നു, അതാണ് അല്ലെങ്കിൽ അതാകുന്നു, ഇതൊക്കെ പറയാൻ നമ്മൾ ഒരു സെന്റൻസ് ഉപയോഗിക്കും. അതെങ്ങനെയാ? എന്തായിരിക്കാം? കൂടുതൽ പേർക്ക് അറിയുമെങ്കിൽ പറഞ്ഞോളൂ. ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കണ്ട. കറക്റ്റ്. മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാല് ഇതാണ് അല്ലെങ്കിൽ ഇതാകുന്നു, അതുപോലെ അതാണ്, അതാകുന്നു, ഇതൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഇറ്റ് ഈസ് എന്ന് ഉപയോഗിക്കാം. ഇറ്റ് ഈസ്. ഇറ്റ് ഈസ്. ഓക്കെ. അപ്പൊ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള അർത്ഥവുമുണ്ട്, അത് എന്നുള്ള അർത്ഥവുമുണ്ട്. ഓക്കെ, അതൊക്കെ. പിന്നെ ഇതല്ല അല്ലെങ്കിൽ അതല്ല എന്ന് പറയാൻ എങ്ങനെയായിരിക്കാം? എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് നോട്ട്. യെസ്, ഇറ്റ് ഈസ് നോട്ട്. ഇതല്ല, അതല്ല. ഇറ്റ് ഇസ്ന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? ആ ഓ മാറ്റിയിട്ട് എന്നിന്റെ മീതെ ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ടി എഴുതാം. അങ്ങനെ നമുക്ക് ഇറ്റ് ഈസിന്റ് എന്ന് പറയാം. ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും പറയാൻ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയാകും. ഇറ്റ് ഇസ് നോട്ട്. ഇറ്റ് ഇസ് നോട്ട്. ഇതല്ല അല്ലെങ്കിൽ അതല്ല. ഇപ്പൊ വാചകം രണ്ടെണ്ണായി അല്ലെ? ഇറ്റ് ഈസ് ഇതാണ് അല്ലെങ്കിൽ അതാണ്, അതുപോലെ ഇറ്റ് ഇസ് നോട്ട് ഇതല്ല അതല്ല, ഇങ്ങനെയൊക്കെ പറയാം. ഇത് നമുക്ക് ചോദ്യമാക്കണം അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താണ്? വാചകമാണ്, പ്രസ്താവനയാണ് അല്ലെ? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം, ചോദ്യമാക്കി മാറ്റണം. ഇതാണോ അല്ലെങ്കിൽ അതാണോ? ഹൗ ക്യാൻ വി സേ? ഇതാണോ? കൺഫ്യൂഷൻ വേണ്ട, അത് തന്നെ. ഈസ് എന്നുള്ളതിന് അത്രേ ഉള്ളൂ. ഈസ് ഇറ്റ്? ഈസ് ഇറ്റ്? ഇതാണോ അല്ലെങ്കിൽ അതാണോ എന്നുള്ളതിന് എന്താണ്? ഈസ് ഇറ്റ്. ഈസ് ഇറ്റ്. ഇനി അപ്പോ ഇതല്ലേ അതല്ലേ അങ്ങനെ ഒരു കൺഫർമേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിലോ? ഇതല്ലേ അതെ. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കൂടുതൽ പേര് പറഞ്ഞോളൂ. നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് അറിയാം. എക്സാക്ട്ലി, കറക്റ്റ് ആണ്. കേട്ടു. മൈക്ക് ഓഫ് ചെയ്തോളൂ. ഈസിന്റ് ഇറ്റ്. ഈസ് നോട്ട് ഇറ്റ് ആണ്, പക്ഷെ നമ്മൾ ഈസിന്റ് എന്ന് പറഞ്ഞാൽ മതിയാകും. ഈസിന്റ്
ഇറ്റ്. ഇത്രയും ഇന്നത്തെ ക്ലാസ്. എന്തൊക്കെ ഞാൻ പറയാം, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മൈക്ക് ഓഫ് ചെയ്യും എല്ലാവരും. എന്നിട്ട് ഓരോരുത്തരിലേക്കും എക്സാമ്പിൾസ് ചോദിക്കാൻ വേണ്ടി വരാം കേട്ടോ. മൈക്ക് ഓഫ്, മൈക്ക് ഓഫ്, മൈക്ക് ഓഫ്. ഡോണ്ട് മേക്ക് എനി നോയ്സ് ഹിയർ. അവിടുത്തെ ശബ്ദം ഒന്നും ഇങ്ങടേക്ക് പ്രതിധ്വനിക്കരുത്. മൈക്ക് ഓഫ് ചെയ്യാം. ഞാൻ പറയുന്ന സമയത്ത് പറയുന്നവർ മാത്രം മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ അവിടുത്തെ ശബ്ദങ്ങൾ എത്ര സൈലന്റ് ആയാലും വീട്ടിലെ എന്തെങ്കിലും ബഹളം ഇടയ്ക്ക് കേൾക്കും. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. മൈക്ക് ഓഫ് ചെയ്യാത്തവരുണ്ട്, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മൈക്കൊന്നും തെരഞ്ഞിട്ട് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വേറെ ശബ്ദം വരില്ല എന്ന് കൺഫേം ചെയ്താൽ മതി, എന്നാലും മതി. ഓക്കെ, മൈക്ക് തെരഞ്ഞിട്ട് ബുദ്ധിമുട്ടുന്നവര് കേസാ പറഞ്ഞത്, എല്ലാവർക്കും കൺവീനിയന്റ് ആയിരിക്കില്ലല്ലോ യൂസ് ചെയ്യാൻ. സോ കീപ് സൈലൻസ്, കീപ് സൈലൻസ്. സോ ഐ ആം സ്റ്റാർട്ടിങ്. ഇന്ന് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ഇതാണ്, ഇറ്റ് ഈസ് നോട്ട് ഇതല്ല. ഈസ് ഇറ്റ് ഇതാണോ, ഈസ് ഇറ്റ് ഇറ്റ് ഇതല്ലേ, ഇങ്ങനെയും പറയാം. അതുപോലെ ഇറ്റ് ഈസ് അതാണ്, ഇറ്റ് ഈസ് നോട്ട് അതല്ല. ഈസ് ഇറ്റ് അതാണോ, isn't it അതല്ലേ, അങ്ങനെയും പറയും. അതായത് ഇത് അത് എന്ന് പറയാലോ, അതുകൊണ്ട് ആ രണ്ടർത്ഥത്തിലും വരും. ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് നോട്ട്, ഈസ് ഇറ്റ്, ഈസിന്റ് ഇറ്റ്. ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് നോട്ട്, ഈസ് ഇറ്റ്, ഈസിന്റ് ഇറ്റ്. അത് വെച്ചിട്ട് ഞാൻ ഓരോ എക്സാമ്പിൾസ് പറയാം, എന്നിട്ട് നിങ്ങളിലേക്ക് വരാം കേട്ടോ. ലിസൺ ഹിയർ കെയർഫുള്ളി. ഇറ്റ് ഈസ്, ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് അത് അല്ലെ, അപ്പൊ അത് മനുഷ്യരല്ല. ഈസ് ആണ്, അപ്പൊ എന്താണ്, ഏകവചനാണ്, ഒന്നാണ്, എന്തോ ഒരു കാര്യം, ഒന്നിൽ കൂടുതലില്ല, സിംഗുലർ ആണ്, ഏകവചനാണ്, ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ മനുഷ്യരെ കുറിച്ചിട്ട് പറയാനും നമ്മൾ അങ്ങനെ ഇത് അത് എന്ന് വെച്ചിട്ട് പറയില്ലല്ലോ, അപ്പൊ മനുഷ്യരെ കുറിച്ചും അല്ല. വസ്തുക്കളെ കുറിച്ചോ മറ്റെന്തെങ്കിലും ജീവജാലങ്ങളെയൊക്കെ നമ്മൾ ഇറ്റ് എന്ന് പറഞ്ഞ് പ്രതിപാദിക്കാറുണ്ട്, മനുഷ്യരെ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ് എന്നുള്ള പ്രോനൗൺ ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല. ഓക്കെ, and listen here. It is a fan. It is a fan. ഇതൊരു ഫാൻ ആണ്. ഞാൻ സിമ്പിൾ എക്സാമ്പിളാ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യാതെ മറ്റെന്ത് പറയാമെന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഒരാൾ പറഞ്ഞതല്ലാത്തത് മറ്റെന്ത് പറയാം എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വൊക്കാബുലറി കിട്ടും. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെങ്കിൽ അതാണ്. ഇറ്റ് ഈസ് എ ഫാൻ, ഇതൊരു ഫാൻ ആണ് അല്ലെങ്കിൽ അതൊരു ഫാൻ ആണ്, അങ്ങനെ ഒരു അർത്ഥമാണ് വരുന്നത്. ഇനി ഇറ്റ് ഈസ് നോട്ട്, ഇതല്ല അതല്ല. അപ്പൊ ഞാൻ ഇതല്ല എന്ന് വെച്ചിട്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് ആൻ എറൈസർ. ഇറ്റ് ഈസ് നോട്ട് ആൻ എറൈസർ, ഇതൊരു എറൈസർ അല്ല, അതായത് ഒരു മായ്ക്കാ റബ്ബർ ഉണ്ടല്ലോ നമ്മള് മായ്ക്കുന്നത്. It is not an eraser. Eraser എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ വവൽസ് പ്രൊനൗൺസിയേഷൻ ആയതുകൊണ്ടാണ് an eraser എന്ന് പറഞ്ഞത്. ഇറ്റ് ഇസ് നോട്ട് an eraser. അതൊരു റബ്ബർ അല്ല, അല്ലെങ്കിൽ ഇതൊരു റബ്ബർ അല്ല എന്നുള്ള അർത്ഥം ചോദ്യാക്കണം. ഈസ് ഇറ്റ്, ഈസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വസ്തുക്കളെ വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഈസ് ഇറ്റ് കറക്റ്റ്, ശരിയാണോ അത്, ഈസ് ഇറ്റ് കറക്റ്റ്, അത് ശരിയാണോ, ഇസ് ഇറ്റ് റൈറ്റ്, ഇസ് ഇറ്റ് ട്രൂ, അത് യഥാർത്ഥമാണോ അല്ലെ. അല്ലെങ്കിൽ വസ്തുക്കളെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈസ് ഇറ്റ് എ ന്യൂസ് പേപ്പർ, ഈസ് ഇറ്റ് എ ന്യൂസ് പേപ്പർ, അതൊരു ന്യൂസ് പേപ്പർ ആണോ, പത്രമാണോ, അല്ലെങ്കിൽ ഇതൊരു പത്രമാണോ, അങ്ങനെ. ഇനി ഈസിന്റ് ഇറ്റ്, ഈസിന്റ് ഇറ്റ് ഇതല്ലേ അല്ലെങ്കിൽ അതല്ലേ എന്നുള്ള അർത്ഥമാണ് വരിക. എങ്ങനെയാ, isn't it isn't it a chair. ഞാൻ സിമ്പിൾ എക്സാമ്പിളാ പറയുന്നതെന്ന് പറഞ്ഞു, ഇതന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചിന്തിച്ചോളൂ വേർഡ്സ് എന്ത് പറയാന്ന്. isn't it a chair, ഇതൊരു കസേരയല്ലേ. isn't it a chair, ഇതൊരു കസേരയല്ലേ. once more I am telling, listen. it is ഇതാണ്, it is not ഇതല്ല, is it ഇതാണോ, isn't it ഇതല്ലേ. സോങ്ങും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഈ ഒരു പ്രോനൗണോട് കൂടെ ആ സോങ് അങ്ങ് തീരുന്നുണ്ട്. സോ ഞാൻ ഒന്ന് ആ ഫോം ഒന്ന് പറയാം. നിങ്ങൾ ഐ മുതൽ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാകും. ആ ഒരു ട്യൂൺ വെച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക, ഓർത്ത് നോക്കുക, മനസ്സിലോർത്താലും മതി. I am not my orange eye. You are not, are you, aren't you? They are not, are they,
Aren't they? We are not. Are we? Aren't we? He is not. Is he? Isn't he? She is not. Is she? Isn't she? It is not. Is it? Isn't it? It is not. Is it? Isn't it? And then no, it is not, is it, isn't it? I think you could understand the poems, lyrics, and also the tuning. And I think you could understand the grammar method also, isn't it? ശരിയല്ലേ? മൈക്ക് ഓൺ ചെയ്ത് റെസ്പോണ്ട് ചെയ്യൂ. മനസ്സിലായോ? Is it okay for you? I understood, ma'am. Yes. Everybody, please respond on the mic and respond. Yes. മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് മൈക്ക് ഓഫ് ചെയ്തോളൂ. ഞാൻ പേര് വിളിക്കാം കേട്ടോ. അതിനനുസരിച്ചിട്ട് നിങ്ങള് എന്താണ് എക്സാമ്പിൾ പറയാൻ ശ്രമിക്കുക. അതിനുശേഷം മറ്റുള്ളവരുടെ കേൾക്കാൻ സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. സോ അൻസഫ് പ്ലീസ് ഓൺ ദ മൈക്ക്. അൻസഫ് മാത്രം മൈക്ക് ഓൺ ചെയ്യുക, വേറെയുള്ളവർ സൈലന്റ് ആയിട്ടിരിക്കണം. ഒരാളുടേത് കഴിയട്ടെ, അടുത്ത ആളിലേക്ക് വരാം. അൻസഫ് ഓൺ ദ മൈക്ക് ആൻഡ് സേ, are you ready to say? Okay. Yes. Okay, it is. Say an example for that. It is a tree. It is a tree. It is a tree. ഇതൊരു മരമാണ്, അല്ലെങ്കിൽ അതൊരു മരമാണ്. കറക്റ്റ് ആണ്. It is not. It is not a table. The pronunciation is, it is not a table. Table അല്ല, table. It is not a table. അതൊരു മേശയല്ല. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. ഇനി ചോദ്യം, is it? Is it A chocolate. ചോദിക്കണ പോലെ വരട്ടെ, ടോൺ മുന്നോട്ട്. Is it a chocolate? Is it a chocolate? Is it a chocolate? ഇതൊരു ചോക്ലേറ്റ് ആണോ? അല്ലെങ്കിൽ അതൊരു ചോക്ലേറ്റ് ആണോ? Correct. Then isn't it? ഇതല്ലേ or അതല്ലേ? Isn't it? Isn't it a mobile phone? Isn't it a mobile phone? Isn't it a mobile phone? Correct answer. Very good. I think you could understand. Do you know the song? ആ പാട്ട് അറിയാമോ? അൻസഫിന് ഫുൾ അറിയാമോ? I am മുതൽ അറിയാമോ? കുറച്ചറിയാമോ? It is വെച്ചിട്ടൊന്ന് പാടാൻ അറിയാമോ? It is not, is it, isn't it? It is not, is it, isn't it? ഒന്ന് ട്രൈ ചെയ്തോളൂ. ട്യൂണൊന്നും അതുപോലെ അവിടെ നിന്നില്ല, എങ്ങനെയെങ്കിലും പാടിക്കോ. It is not, it is not, isn't it? Okay, fine. എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ബേജാറാവണ്ട. നമുക്ക് ഗൈഡ് എന്ന് പറയുന്ന ഒരു നോട്ട് ഉണ്ടല്ലോ ഈ വർഷം, ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ കുറച്ച് അങ്ങ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഈ പോം ഒക്കെ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്. ആൻസർ Seenata? Seena teacher. Okay, bye. Seena teacher? Yes, madam. Are you ready to say some Yes. examples related to? Yes. Okay. Can you sing the song? Do you remember the song fully? Or at least it is. Hello. I am not. Do you remember? Yes. Yeah. So you can try. First, you have to try. I am not, am I, aren't I? Yes. You, Devi. You. You are not, are you, aren't you? Yes. They. They are they, aren't they? Yes. We are. We are not, are we, aren't we? He. We,
He He is. is not. He isn't. He Okay. he is not. ബാക്കിയുള്ളവർ മൈക്ക് ഓഫ് ചെയ്യൂ. ഭയങ്കര കലാപില സൗണ്ട് കേൾക്കുന്നു. മൈക്ക് ഓഫ് ചെയ്യൂ ബാക്കി. He is. He is not. Is he? Isn't he? Okay. She. She is. She is not. Is she? Is she? Isn't she? Isn't It she? is. It 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 is. is not. Is it? Isn't it? Isn't. Okay, I think you could understand the song. Anyway, try to say some examples related to it is, it is not, is it, and isn't it. So start. It is. It is a coconut tree. It is. A coconut tree. It is a coconut tree. The tengan. Okay. It is not. It is not a banana. It's not a banana. ഇതൊരു വാഴപ്പഴമല്ല. Is it? Question. Is it? Is it a mango tree? Is it a mango tree? Is it a mango tree? ഇതൊരു മാവാണോ? And the last question, isn't it? Is it a fish? Isn't it a fish? ഇതൊരു മത്സ്യമല്ലേ? Okay, thank you. Sinatha, thank you so much and good night. Stay connected on next Sunday. Bye. Bye. Next one, Shivat Sudhir, are you ready? Yes, ma'am. So start, my dear. It is. It is a Yes. carpet. It is a. Once more. Carpet. It is a carpet. Parvadani, carpet, right? Yes, Is it ma'am. right? Okay, it is a carpet. ഇതൊരു പർവ്വതാനിയാണ്. Fine. It is not. It is not a bulldozer. Bulldozer. It is not a bulldozer. Okay, fine. Is it? Is it a road roller? Is it a road roller? Road roller? Okay, fine. You collected and you thought about some vocabulary also, new vocabulary. Fine, very good. Is it? You have already told, right? Is it a road roller, right? Is it okay? It a rafflesia? Rafflesia? Isn't it a rafflesia, a big flower, right? Rafflesia? Yes, ma'am. Okay, fine. Isn't it a rafflesia? ഇതൊരു rafflesia പൂവല്ലേ? Okay, fine. Thank you, Shivat. Can you sing the songs? At least the 4 lines. It is, it is not, is it, and isn't it? Can you? Can you sing? Yes, ma'am. Yes. Yeah. So try. It is. It is. It is not. Is it? Isn't it? Oh, very good. That's it. ഇതേ ഒരു ചൂട് കീപ്പ് ചെയ്തിട്ട് ഐ മുതൽ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. Fine. Thank you. Yes, Bye, ma'am. Shivat. Good night. Yes, ma'am. Bye. Dila, Dila, are you there? Dila, are you connected? Is there network? Naja, Dila, who is ready or any other students connected? Ma'am. Yes. Yes, who is this? Is this Dila. Dila? Yes. Okay, Dila, start. It is. It is a salt. It is a Salt. ഉപ്പ് അല്ലേ? ഉപ്പ് എന്ന് പറയുമ്പോ നമ്മള് എന്താ പറയുന്നത്, അതിന് എന്ന് പറയണ്ടേ, കാരണം ഒരുപാട് അതിനകത്ത് ധാരാളം, അത് വലിയ ക്വാണ്ടിറ്റിയാണ്. അത് ഓരോരോ നമ്മൾ പെറുക്കി എടുത്ത് പറയില്ലല്ലോ ഉപ്പ് അല്ലെ, അത് കാരണം വേണ്ട. ഇറ്റ് ഈസ് സാൾട്ട്. അതുകൊണ്ട് മാത്രം അത് ഒരൊറ്റ വസ്തുവായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചുണ്ടല്ലോ, പൊടി പോലെയല്ലേ. ഇനിയിപ്പോ കല്ലുപ്പാണെങ്കിലും ഓരോന്നും നമ്മൾ പെറുക്കി എടുക്കില്ല അല്ലെ, ഒരു കൂട്ടമാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒരു പൊടി പഞ്ചസാര ആവട്ടെ, അതുപോലെ ഉപ്പാകട്ടെ, അതുപോലെ വാട്ടർ, വെള്ളം, ഇതൊക്കെ നമ്മൾ
എ എന്ന് വെച്ചിട്ടോ ആൻ വെച്ചിട്ടോ പറയേണ്ടത് ആവശ്യമില്ല. അത് ഒറ്റ ഒന്നായിട്ട് അല്ലാത്തതുകൊണ്ടാണ്. കുറച്ചുണ്ടല്ലോ, ഒരു ക്വാണ്ടിറ്റി, ഒരു അല്ലെ സം എമൗണ്ട് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് സോൾട്ട്, ഇറ്റ് ഈസ് സാൾട്ട്. ഇതൊരു അല്ലെങ്കിൽ ഇത് സാൾട്ട് ആണ്, ഇത് ഉപ്പാണ്, ഇനഫ്, അത്ര മതിയാകും. ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് It നോട്ട്, is not a fish. നോട്ട് എ ഫിഷ്. ഓക്കെ, ഇതൊരു മത്സ്യമല്ല, കറക്റ്റ് ആണ്. ഇനി ചോദ്യം, ഈസ് ഇറ്റ്, ഈസ് ഇറ്റ്. Is it oil? അതും അതുപോലെ എയും ആനും വെച്ച് പറയേണ്ട ആവശ്യമില്ല, അല്ലെ, ഒരു എന്നല്ലേ. അതുകൊണ്ടാണ് ചില വസ്തുക്കൾ അങ്ങനെ പറയേണ്ടി വരും. ഇനി നമുക്ക് അങ്ങനെ പറയണമെങ്കിൽ എത്ര ലിറ്റർ, 1 ലിറ്റർ ഓയിൽ അങ്ങനെയൊക്കെ പറയാം, ഒരു അളവ് വെച്ചിട്ട് പറയാം. അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞാൽ മതി, ഈസ് ഇറ്റ് ഓയിൽ, ഇത് എണ്ണയാണോ, ഇസ് ഇറ്റ് ഓയിൽ. ഇനി ഈസിന്റ് ഇറ്റ്, Isn't it robot? അത് നമുക്ക് എയോ ആനോ വെക്കാലോ, അല്ലെ, മറ്റൊന്നല്ലേ. ഈസ് ഇറ്റ്, അപ്പൊ isn't it a robot? Isn't it A a robot? robot? Isn't it a robot? ഇതൊരു റോബോട്ട് അല്ലേ? നോക്ക്, ഞാൻ അളവിന്റെ കാര്യം പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലായോ സംഭവം എന്താന്ന്? ഒരു വസ്തുവായിട്ട് പറയാൻ പറ്റാത്ത ഒരു കുറച്ചുണ്ടല്ലോ, അത് ഒരളവ് നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ റോബോട്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു റോബോട്ട് എന്ന് പറയാം. എണ്ണ, ഒരു എണ്ണ, അല്ലെങ്കിൽ ഒരു ഉപ്പ്, അങ്ങനെ നമ്മൾ പറയില്ലല്ലോ, മലയാളത്തിൽ ആലോചിച്ചാൽ കേട്ടോ. അതുകൊണ്ടാണ് അവിടെ എ ആവശ്യമില്ലാത്തത്. എന്നാൽ റോബോട്ടിനൊക്കെ വേണം. ഇറ്റ് ഈസ്, isn't it a robot? Isn't it a Okay, ma'am. robot? Okay, fine. Bye, good night. Stay connected on next Sunday. Okay, ഇതിന്റെ തുടർച്ചയായിരിക്കും. Bye. Next one. ഇനി ആരാണ് കണക്ട് ആയിട്ടുള്ളത്? നജ, നജ റെഡി ആണോ? Yes, miss. Okay, Naj, start ചെയ്തോളൂ. It is, it is, It it is, an aeroplane. it is an aeroplane. It is an aeroplane. അതൊരു, അല്ലെങ്കിൽ ഇതൊരു എന്താണ്, വിമാനമാണ്. It is not. It is not gold chain. It is not a gold chain. അതൊരൊറ്റ സാധനമാണ്. അപ്പൊ ഏ പറയാം, it is not a gold chain. ഇതൊരു ഗോൾഡ് ചെയിൻ, സ്വർണ്ണമാല അല്ല. ശരിയാണ്. ഇനി is it, ചോദ്യം, is it? Is it a candy? ഇവിടെ മഴ പെയ്യുന്നോണ്ടാണോ അവിടുത്തെ റേഞ്ച് ഇഷ്യൂ ആണോ എന്ന് അറിയില്ല. മോള് ക്യാൻഡി എന്നാണോ പറഞ്ഞത്, മിഠായി അതാണോ ഉദ്ദേശിച്ചത്? Yes, miss. ഓക്കെ, ഈസ് ഇറ്റ് എ ക്യാൻഡി, ഇതൊരു മിഠായി ആണോ? ഈസ് ഇറ്റ് എ ക്യാൻഡി? ഓക്കെ, isn't it, ഇതല്ലേ അല്ലെങ്കിൽ അതല്ലേ? isn't it? Is it dress? isn't it? Dress? isn't it a dress എന്ന് പറയാം. ഒന്നായിട്ട് നമുക്ക് പറയാം. സോ isn't it a dress? isn't it a dress? ഇതൊരു വസ്ത്രമല്ലേ? കറക്റ്റ് ആണ്. നജ ഓക്കെ അല്ലേ? Yes, miss. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇനി ആരാണ് കണക്ട് ആയിട്ടുള്ളത്? ഞാൻ പേര് പറയാൻ പറഞ്ഞ സമയത്ത് കണക്ട് ആവാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. ആരൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നത്? മൈക്ക് ഓൺ ചെയ്തിട്ട് പെട്ടെന്ന് പേര് പറയൂ. റിത. ഓക്കെ റിത, ബാക്കിയുള്ളവർ മൈക്ക് ഓഫ് ചെയ്യണേ, ബാക്കി ശബ്ദങ്ങളിലേക്ക് കേൾക്കരുത്. റിത മാത്രം ഓൺ ചെയ്തിട്ട് സംസാരിക്കൂ. ഇറ്റ് ഈസ്, ഇറ്റ് ഈസ്, It is an chair. ഒന്നല്ലേ? അപ്പൊ പറഞ്ഞോളൂ. It is a chair. It is a chair. ഇതൊരു കസേരയാണ്. It is not. Is not. It is not. എങ്ങനെയാണ്? It is not Doormat. It is not a doormat. ഇതൊരു ചവിട്ടിയല്ല. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ടിപ്സ് ആൻഡ് ട്രിക്സില് വെനസ്ഡേ പറഞ്ഞത് ഉപകാരപ്പെട്ടൂല്ലേ? ഡോർമാറ്റ് പഠിച്ചല്ലോ. ഡോർമാറ്റ്, ഇതൊരു ചവിട്ടിയല്ല. ഓക്കെ, ഇനി ചോദ്യം, ഈസ് ഇറ്റ്, ഈസ് ഇറ്റ്, Is it box? ഈസ് ഇറ്റ് എ ബോക്സ്? കിടന്നോട്ടെ. ഈസ് ഇറ്റ് എ ബോക്സ്? ഇതൊരു ബോക്സ് ആണോ? ഇതൊരു പെട്ടിയാണോ? ഇനി isn't it, isn't it, Isn't it a cupboard? isn't it a cupboard? ഇതൊരു കാർബോർഡ് അല്ലേ? കറക്റ്റ്. ഓക്കെ റിത, stay connected on next Sunday. Bye, good night.
ഇനി ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ റെഡിനെസ് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കൂ. ആരാണ്? ക്ലിയർ അല്ല, പേരൊന്നുകൂടെ പറയാമോ? നസൽ സമാൻ. നസൽ കേട്ടായിരുന്നോ ക്ലാസ്സിൽ? ഇപ്പം കണക്ട് ആയേ ഉള്ളൂ? സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നോ? ഓക്കെ ഫൈൻ നസൽ. സോ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇറ്റ് ഈസ്. It is a mango. mango. It's a mango. ഇതൊരു മാമ്പഴമാണ്. കറക്റ്റ് ആണ്. ഇനി it is not. It is ബാക്കി ആരുടെയും ശബ്ദം അവിടെ നിന്ന് കേൾക്കരുത്. വേറെ ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യണേ. ക്ലിയർ അല്ല. ഇറ്റ് ഈസ് നോട്ട്. ഇറ്റ് ഈസ് നോട്ട്. ഒന്നുകൂടെ പറയാമോ നസൽ? It is not a tap. TAP ടാപ്പ് പൈപ്പ് ആണോ ഉദ്ദേശിച്ചത്? വെള്ളം വരുന്ന ടാപ്പ് ആണോ ഉദ്ദേശിച്ചത്? Yeah. ഓക്കെ ഫൈൻ. ക്ലാരിറ്റി കുറവുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇറ്റ് ഈസ് നോട്ട് ടാപ്പ്. ഇത് ടാപ്പ് അല്ല. നെക്സ്റ്റ് ഈസ് ഇറ്റ്. ചോദ്യം. Isn't it iron box? ഈസ് ഇറ്റ് ഉണ്ട്. ഈസ് ഇറ്റ് വെച്ചിട്ട് ആദ്യം പറഞ്ഞോളൂ. ഈസ് ഇറ്റ് ഇതാണോ? Is it? Isn't it? Is it? Is it? ആദ്യം It mug? Mug. മഗ് ഇതാണോ? കപ്പാണോ ഉദ്ദേശിച്ചത്? Yes. വെള്ളം എടുക്കുന്ന കപ്പല്ലേ മഗ്? അതല്ലേ ഉദ്ദേശിച്ചത്? Yes. ഓക്കെ. Is it a mug? Is it a mug? ഓക്കെ. ഇനി isn't it? Isn't it? Isn't it iron box? Iron box. Iron. It is a vowel pronunciation in the initial stage. So we have to say an iron. So say, isn't it? Isn't it? Iron box. Iron box. Iron പറയുന്നതിന്റെ സ്റ്റാർട്ടിങ്ങില് iron എന്നുള്ള ഒരു ഉച്ചാരണം വരുന്നുണ്ട്. അത് വവ്വലാണ്. സോ എക്ക് പകരം നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ആൻ എന്ന് പറയാം. Isn't it an iron box? Okay, Nazal. Are you okay? Did you understand fully? Okay. Bye. Good night. Stay connected on next Sunday. അടുത്ത ക്ലാസ്സിൽ കണക്ട് ആവും. Then next. ഇനി ആരാണ് റെസ്പോണ്ട് ചെയ്യാൻ റെഡിനെസ് ഉള്ളത്? മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. മുതിർന്ന ആരെങ്കിലും കണക്റ്റഡ് ആണോ? കുട്ടികൾ ആരെങ്കിലും? മിണ്ടാണ്ടിരിക്കരുത്. ഞാൻ റീക്യാപ്പ് ചെയ്യട്ടെ എന്നാല്. ഒന്നുകൂടെ ആവർത്തിച്ച് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ റെഡിനെസ് ഉണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കരുത്. പേര് പറയൂ. ഓക്കെ, നിങ്ങൾ സൈലന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ? ഞാനത് ഇന്ന് പറഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഒന്ന് റീക്യാപ്പ് ചെയ്യും. വീണ്ടും ഒന്ന് ആവർത്തിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റ് ഈസ് ഇതാണ് അല്ലെങ്കിൽ അതാണ്. ഇതാണ് അല്ലെങ്കിൽ അതാണ്. ഇറ്റ് ഈസ് നോട്ട് ഇതല്ല അതല്ല. ചോദ്യം ആകുമ്പോഴത്തേക്ക് ഈസ് ഇറ്റ്, ഈസ് ഇറ്റ്, അതാണ്. സോറി, ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യം. അതാണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് പറയാൻ വേണ്ടിട്ട്. ഇനി അതല്ലേ ഇതല്ലേ എന്ന് പറയാൻ വേണ്ടിട്ട് ഈസിൻഡ് ഇറ്റ്, ഈസിൻഡ് ഇറ്റ്. ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് നോട്ട്, ഈസ് ഇറ്റ്, ഈസിൻഡ് ഇറ്റ്. ഇതോടുകൂടെ ശരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോനൗൺ സോങ് തീർന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ പേരുകളും ഇതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാം? സെന്റൻസ് ആക്കാൻ, ചോദ്യമാക്കാം ഒക്കെ പറ്റും. അപ്പൊ അതും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാകും. അതോടുകൂടി ഈ ഒരു ഏരിയ കവർ ആവുകയാണ്. ഓക്കെ, ആരെങ്കിലും പറയാൻ റെഡിനെസ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ആരാണ്? സുബി. സുബി. സുബി ടീച്ചർ, നിങ്ങൾ എപ്പോഴാ കണക്ട് ആയി? ഞാൻ തുടക്കത്തിലുണ്ട്. അതെയോ? മിണ്ടാണ്ടിരുന്ന അറിയില്ലല്ലോ. നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് കേൾക്കാത്തോണ്ടാണോ? അല്ല. ഓക്കെ, അപ്പൊ മനസ്സിലായായിരുന്നോ?
അപ്പൊ പറഞ്ഞോളൂ ടീച്ചറെ, ഇറ്റ് ഈസ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. It is a tiger. It is a tiger. Okay. It is not. It is not. ഇതല്ല അല്ലെങ്കിൽ അതല്ല. It is not our national anthem. It is not our national anthem. കറക്റ്റ് ആണ്. നമ്മളുടെ ദേശീയ ഗാനം അല്ല. ഇനി ചോദ്യം, ഈസ് ഇറ്റ്? ഈസ് ഇറ്റ് ഇതാണോ അല്ലെങ്കിൽ അതാണോ? ഈസ് ഇറ്റ്? Isn't it a ഈസ് ഇറ്റ് നമുക്ക് നാലാമത് പറയാം. അടുത്തത് ഈസ് ഇറ്റ് വെച്ചിട്ട് തന്നെ പറഞ്ഞോളൂ. ഈസ് ഇറ്റ് ഇതാണോ അല്ലെങ്കിൽ അതാണോ ചോദ്യമാണ്. ഈസ് ഇറ്റ്? Is it a parrot? ഈസ് ഇറ്റ് എ പാരറ്റ്? ഇതൊരു തത്തയാണോ? ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ചോദ്യം തന്നെയാണ്, ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. ഈസിന്റ് ഇറ്റ്? ഈസിന്റ് ഇറ്റ്? ഈസിന്റ് ഇറ്റ്? Isn't it your house? Isn't it? Isn't it your house? Isn't it your heart? ചോദ്യമാകുമ്പോ നമ്മുടെ ചോദ്യത്തിന്റെ ടോൺ ഉണ്ടല്ലോ, ആ ശൈലിയിൽ അങ്ങ് വരിക. Isn't it your house? ഇത് നിന്റെ വീടല്ലേ? നമുക്ക് വളരെയധികം സംസാരിക്കുമ്പോൾ ആവശ്യമുള്ള സംഗതികളാണ് ഈസ് ഇറ്റ് ഇതാണോ, അതുപോലെ ഈസിന്റ് ഇറ്റ് അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയാം. വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മളെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ളത് മാത്രമാണ് അത്. പക്ഷെ നമ്മളിപ്പോ ഈ ഒരു ഏരിയ കവർ ആയിരിക്കുന്നത് നമുക്ക് വളരെയധികം കമ്മ്യൂണിക്കേഷന് ആവശ്യമുള്ളതാണ്. യൂസ്ഫുൾ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. മനസ്സിലായല്ലോ ടീച്ചറെ? ഓക്കെ. അപ്പൊ ഇതോടുകൂടെ ഈ പ്രോനൗൺസ് തീരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങ് കവർ ആവും. പിന്നെ അടുത്ത സെഷനിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു സുബി ടീച്ചർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ റെഡിനെസ് ഉണ്ടോ? ഇല്ല, ടീച്ചർ അടുത്തല്ല, വേറെ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പാടിയിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഈ ക്ലാസ്സിലും നെക്സ്റ്റ് ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ട്യൂണിങ്, ഈ ഒരു സോങ് അങ്ങ് തീരുവാണ്. ഒരുപാട് നാൾ നമ്മൾ ഇത് അല്ലെ നാല് സെന്റൻസസ്, രണ്ട് ചോദ്യങ്ങളും 2 വാചകങ്ങളും ആയിട്ട് മുന്നോട്ട് പോയി. അതിനകത്ത് കണക്ട് ആയവർക്ക് ഇത് നന്നായിട്ട് അങ്ങ് തറവായിട്ടുണ്ടാവും, നന്നായിട്ട് മനപ്പാഠമായിട്ടുണ്ടാവും. അത് മനസ്സിലേക്ക് ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഒന്നുകൂടെ പാടാം. നേരത്തെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഇച്ചിരി സ്ലോ ചെയ്തിട്ടാ പാടിയേ. സോ ഇപ്പൊ ഞാനൊന്ന് വൈൻഡ് ചെയ്യാൻ പോവാണ്. ഇതിന് മുന്നോടിയായിട്ട് അത്യാവശ്യം അതിന്റെ സോങ്ങിന് ട്യൂൺ സ്പീഡായിട്ട് തന്നെ പാടുന്നു, ശ്രദ്ധിക്കാം. I am not, am I, aren't I, you are not, are you, aren't you, they are not, are they, aren't they, we are not, are we, aren't we, he is not, is he, isn't he, she is not, is she, isn't she, it is not, is it, isn't it, it is not, is it, isn't it. ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് കേൾക്കുമ്പോൾ ആർക്കും ഉള്ളിലേക്ക് ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണത് എന്താ പറയുന്നത്, കഷ്ണങ്ങളാക്കി പീസ് ആക്കിയിട്ട് ഓരോരോ ക്ലാസ്സിലേക്ക് കൊടുത്തത്. അതോടുകൂടി അത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയാം. വലിയൊരു ഏരിയയാണ് നമ്മൾ കവർ ആയിട്ടുള്ളത്. സോ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവർക്കും, യൂട്യൂബിലൂടെ വാച്ച് ചെയ്യുന്ന, സൂമിലൂടെ കണക്ട് ആവുന്ന എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. സോ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. ടേക്ക് കെയർ. ബൈ. ഗുഡ് നൈറ്റ്.